ഇനി അടുത്തതായി നോട്ടമിടുമെന്ന സൂചന നേരത്തെ തന്നെ ഇറാൻ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഖമനേയും കുടുംബവും ഇന്ന് ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള സൂചനയാണ് ലഭ്യമാകുന്നത്. നേരത്തെ നരകത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഖമനേയി ഇന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക്, ഒരിടത്തും രാജ്യത്ത് സുരക്ഷിതമല്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖമനേയിയെ വധിക്കാനായി ഇസ്രയേൽ പദ്ധതിയിട്ട് കഴിഞ്ഞെന്നും അതിനുള്ള തന്ത്രങ്ങൾ നേരത്തെ തന്നെ മെനഞ്ഞു വെച്ചിട്ടുള്ളതാണെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ പോലും അറിയാതെ മൊസാദ് ഇസ്രയേലിനുള്ളിൽ, അതും ടെഹ്റാൻ ഏതാനും കിലോമീറ്ററുകൾക്ക് തൊട്ടടുത്ത് കൊലകൊല്ലി ഡ്രോണുകളെ ഒളിപ്പിച്ചു വെച്ച് ആക്രമണം നടത്തിയെങ്കിൽ, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ മൂന്നിലൊന്നും തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖമനേയിയെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായൊരു വിഷയമാണെന്നും ഇതിനോടകം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് മനസ്സിലാക്കി കാണും. അതുകൊണ്ട് തന്നെയാണ് ഭൂഗർഭ ബങ്കറിലേക്ക് ഖമനേയിയെയും കുടുംബത്തെയും മാറ്റിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നത്. സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മകൻ മുസ്താബ ഖമനേയി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറ്റിയെന്ന് ഇറാൻ ഇന്റർനാഷണൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാധ്യമ റിപ്പോർട്ട് ഇന്ന് വൈറലായി പ്രചരിക്കുകയാണ്. കാരണം ഇസ്രയേലിനെ വെല്ലുവിളിച്ച് നെഞ്ചും വിരിച്ച് മുന്നിട്ട് നിന്ന പരമോന്നത നേതാവിന്റെ പൊടി പോലുമില്ല എന്ന് കണ്ടെത്താനെന്നാണ് ഇസ്രയേൽ ഇതിനോടകം തന്നെ പരിഹസിക്കുന്നത്. ഞായറാഴ്ച മഷാദ് നഗരത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഖമനേയി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതനല്ല എന്നുള്ള മുന്നറിയിപ്പ് സൈനിക വൃത്തം നേതാവിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ഏതൊക്കെ തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മുന്നണി പോരാളികളും ഉറച്ചിറങ്ങിയാലും ഇസ്രയേലിന്റെ മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ പരമോന്നത നേതാവിനെ ലക്ഷ്യം വെക്കുമെന്നും അവർ കൊലപ്പെടുത്തുമെന്നും തന്നെയാണ് ഇപ്പോൾ സൂചനയുള്ളത്. ഇനി രക്തരൂക്ഷിതമായ യുദ്ധം നടക്കുന്ന ദിവസങ്ങളായിരിക്കും, ദിനരാത്രങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ള സൂചന പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഖമനേയിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയ അതേ ദിവസം തന്നെ ഖമനേയിയെ ഇല്ലാതാക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ അന്ന് അവർ തയ്യാറായില്ലെന്നും മറ്റൊരു ദിവസത്തേക്കായി അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു അവസരം എന്ന രീതിയിലാണ് ഖമനേയിയെ മാത്രം വിട്ടുവെച്ചത്. അതല്ല എങ്കിൽ സൈനിക തലപ്പത്തുള്ളതും അതുപോലെ പ്രത്യേകിച്ചും ആണവ ശാസ്ത്രജ്ഞരുടെ തലപ്പത്തിരിക്കുന്നവരെയും ഒക്കെ തന്നെ വകവരുത്തിയിട്ടും എന്തുകൊണ്ട് പരമോന്നത നേതാവിനെ വിട്ടുവെച്ചു എന്നുള്ളതിനെ വ്യക്തമായ സൂചന തന്നെയാണ് ഇറാൻ ഇന്റർനാഷണലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചു തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള പത്രമാണ് ഇറാൻ ഇന്റർനാഷണൽ. ആയത്തുള്ള ഖമനേയിയെ വധിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞുവെന്നാണ് റോയിറ്റേഴ്സ് അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഉറപ്പായും ഖമനേയിയെ തീർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നി തന്നെയാണ് ഇസ്രയേൽ മുന്നിട്ട് നിൽക്കുന്നത്. കാരണം ഇസ്രയേലിന്റെ സയനിസ്റ്റ് രാജ്യത്തിന്റെ സമ്പൂർണ്ണ നാശം തന്നെയാണ് ഖമനേയിയുടെ സ്വപ്നം. ആ സ്വപ്നം ഇല്ലാതാക്കണമെങ്കിൽ അത് ആ ഒരു വ്യക്തി തന്നെ ഇല്ലാതാകണമെന്നും അങ്ങനെ ആയാൽ മാത്രമേ ആ ആശയം തന്നെ നശിക്കുകയുള്ളൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള ഖമനേയിയെ വകവരുത്താനായി ഇസ്രയേൽ പദ്ധതിയിട്ടത്. ഇറാനിലുള്ളവർ ജനങ്ങൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ. അതുകൊണ്ട് അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വെക്കുന്ന വിഷയത്തെക്കുറിച്ച് തങ്ങൾ സംസാരിക്കേണ്ട എന്ന് ട്രംപ് തന്നെ ഏകപക്ഷീയമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലൂടെ പറയുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം മുന്നോട്ട് വെച്ചതായും സൂചനയുണ്ട്. ഖമനേയിയെ വകവരുത്താനുള്ള അവസരം തങ്ങൾക്ക് മുന്നിൽ അനവധിയുണ്ട്. അതിന് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു പദ്ധതിയിലേക്ക് കടക്കേണ്ടതില്ല. അവസാന നിമിഷം വരെ എന്ത് തീരുമാനം ഖമനേയി സ്വീകരിക്കും, ഇറാൻ ഭരണകൂടം കൈക്കൊള്ളുമെന്നുള്ളത് കണ്ടറിയണം. അതിനുശേഷം മാത്രം മറ്റൊരു തീരുമാനത്തിലേക്ക് കടന്നാൽ മതി എന്നാണ് സൂചന നൽകുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ തന്നെ ഒന്നിലധികം തവണ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ട്രംപ് നേതൃത്വം അതിനെ പൂർണ്ണമായി നിരാകരിക്കുകയായിരുന്നു. വളരെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് ട്രംപും വിലയിരുത്തുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ഈ അവസരം വരെയും തയ്യാറായിട്ടില്ല. അമേരിക്ക ആകട്ടെ പൂർണ്ണമായും ഈ ഒരു ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുണ്ടോ പിന്തുണച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് നെതന്യാഹു അടക്കം മുന്നോട്ട് വന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. ഇറാനെ ആക്രമിക്കും മുൻപ് തന്നെ ട്രംപിനെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും ആക്രമണത്തിന്റെ അനന്തരഫലമായി ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും നെതന്യാഹു തന്നെ പറഞ്ഞിരുന്നു. ശരിക്കും ലക്ഷ്യം അത് തന്നെയാണ്. ഈ നിലവിൽ മുന്നോട്ട് പോകുന്ന മതകാര്യ സർക്കാരിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ സർക്കാർ ഇറാനിൽ ഉദയം കൊണ്ടാൽ മാത്രമേ ഈ ആക്രമണത്തിൽ നിന്നും ഇസ്രയേൽ പിന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള സൂചനയാണ് നൽകി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ
ഇറാൻ ആകട്ടെ ജനവാസ മേഖലകളിൽ നിന്നും മിസൈൽ പ്രയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ തന്നെ ആരോപിക്കുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ബാറ്റ്യാം നഗരം ഇസ്രയേൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശിക്കുകയും ഇറാനിയൻ മിസൈലുകൾ നശിപ്പിച്ച നഗരത്തിലെ കെട്ടിടങ്ങളെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് കനത്ത വില തന്നെയാണ് ഇറാൻ ഇനി നൽകേണ്ടി വരിക എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പായി തന്നെ, താക്കീതായി തന്നെ അതിനെ നോക്കി കാണണം. ഇസ്രയേലിന്റെ ബാറ്റ്യാം നഗരം ടെല്ലവീവിന് തൊട്ടടുത്താണ്. ബാറ്റ്യാം നഗരത്തിന്റെ നാശം കണ്ട നെതന്യാഹു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ സാധാരണക്കാരെ കൊന്നതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇസ്രയേലിലെ ജനവാസ മേഖലകളെ മനഃപൂർവ്വമായി ഇറാൻ ലക്ഷ്യമിട്ടുവെന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. അതിനുള്ള ഉചിതമായ മറുപടി തങ്ങൾ ഉറപ്പായും ഇപ്പോൾ തന്നെ നൽകുമെന്നും ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുമെന്നും ഇപ്പോൾ ഭയാനകമായ രീതിയിൽ ഇറാനെ ആക്രമിക്കുമെന്നുമാണ് നെതന്യാഹുവിന്റെ ഭീഷണി. ഇതിനു പുറമെ തന്നെ ഇറാന്റെ ആണവ മിസൈൽ പദ്ധതി ഇസ്രയേലിന് ഇരട്ടി വിനാശകരമായ ഭീഷണിയായി മാറിയത് കൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് ഈ യുദ്ധം എന്ന് പറയുന്നത് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമെന്നും നെതന്യാഹു തറപ്പിച്ചു പറയുന്നത്. ജനവാസ മേഖലകൾക്ക് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്നും അവർക്ക് ആണവ ബോംബുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്നും അത്തരമൊരു സാഹചര്യത്തിൽ സ്വയം സുരക്ഷ എന്ന രീതിയിൽ സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യമായ സകലമാന നടപടികളും തങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു പോരുകയാണ്. അതിനെ ആ രീതിയിൽ നോക്കി കണ്ടാൽ മതിയെന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റായിട്ടുള്ള ഐസക് ഹെർസോഗും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗുറും ബാറ്റും നഗരം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 13 മുതൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ആരംഭിച്ച സംഘർഷം ഇപ്പോഴും അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി ഏറ്റവും അധികം ചർച്ചയിൽ ഇടം നേടിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് പറയുമ്പോഴും ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഫോർഡോ ഫ്യൂൽ എൻറിച്ച്മെന്റ് പ്ലാന്റ് നിലയത്തിന് പ്രകടമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. റോയിറ്റേഴ്സ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. നിർമ്മാണത്തിലിരിക്കുന്ന ഖോണ്ടാബ് ഹെവി വാട്ടർ റിയാക്ടറിനും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കേടുപാടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം യുഎന്റെ ന്യൂക്ലിയർ നിരീക്ഷണ ഏജൻസി ഇസ്രയേൽ പ്രധാനമായും ആക്രമിച്ച ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റ് ആയിട്ടുള്ള നദൻസിൽ കൂടുതൽ നാശം പിന്നീട് ഉണ്ടായിട്ടില്ലെന്നും കൃത്യമായി തന്നെ പറയുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആദ്യത്തെ വ്യോമാക്രമണത്തിൽ നദാൻസ് ആണവ കേന്ദ്രത്തിന്റെ ഭൂമിക്ക് മുകളിലുള്ള നിലയാനുബന്ധ സംവിധാനങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. പക്ഷേ വളരെ തന്ത്രപൂർവ്വം ഭൂമിക്കടിയിൽ തന്നെയാണ്, ഭൂഗർഭ ബങ്കറുകൾ എന്ന പോലെ തന്നെയാണ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. വൈദ്യുതി ബന്ധമൊക്കെ അന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭൂഗർഭ അറകളിൽ പ്രവർത്തിക്കുന്ന ഇന്ധന സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾക്കൊന്നും കേടുപാട് സംഭവിച്ചില്ല എന്നാണ് അന്താരാഷ്ട്ര ഏജൻസി, ആണവോർജ ഏജൻസി യുഎന്നെ അറിയിച്ചിരിക്കുന്നത്. നദാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഈ ആണവ കേന്ദ്രത്തിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് മുൻപും പിൻപുമുള്ള ചിത്രങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഇസ്രയേൽ ആക്രമിച്ച മറ്റൊരു ആണവ കേന്ദ്രമായിട്ടുള്ള ഇസ്ഫഹാനിലും നാശനഷ്ടങ്ങൾ കാര്യമായി തന്നെയുണ്ട്. എന്നാൽ നദൻസിലും ഇസ്ഫഹാനിലും ഓൺസൈറ്റ് റേഡിയേഷൻ തോത് ഉയർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാന്റെ ആണവ പദ്ധതികളുടെ തന്നെ തുടിക്കുന്ന ഹൃദയമെന്നാണ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായിട്ടുള്ള നദാൻസിനെ പറയുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാനായി ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിൽ ഇന്ധനം നിർമ്മിച്ചിരിക്കുന്നതും നദാൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തകർത്തു കഴിഞ്ഞാൽ പകുതിയോളം യുദ്ധം വിജയിച്ചു എന്ന് തന്നെയാണ് ഇസ്രയേലും കരുതുന്നത്. ആറ്റം ബോംബ് നിർമ്മാണത്തിന്റെ തൊട്ടുപടിക്കലെ അടുത്തെത്തി നിൽക്കുന്ന ന്യൂക്ലിയർ ഇന്ധനം കൂടിയാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇറാൻ തയ്യാറാക്കി നദാൻസിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇറാന്റെ ഏറ്റവും രഹസ്യപൂർവ്വമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ എന്ന് പറയുന്നത്. ഇറാനിയൻ നഗരമായിട്ടുള്ള കോമിന് 32 കിലോമീറ്റർ അകലെയാണ് ഫോർഡോ ഗ്രാമത്തിലെ ഒരു മലയ്ക്കടിയിൽ ഈ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോർഡോ ഇസ്രയേലിന് അത്ര എളുപ്പം കയറിപ്പറ്റാൻ പറ്റുന്ന ഒരു മേഖല ആയിരുന്നില്ല എന്നാണ് ഇറാൻ കരുതിയത്. കാരണം ഭൂനിരപ്പിൽ നിന്നും 1/2 മൈലോളം ആഴത്തിലാണ് ഈ ഒരു കട്ടിയേറിയ കോൺക്രീറ്റ് കെട്ടിടം പണിത് താഴേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഫോർഡോ അങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നോട്ടമിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വിഷയം തന്നെയാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇതിനെ തകർക്കാനായി സാധിക്കൂ എന്നുള്ളതാണ് മറ്റൊരു വിശേഷം കൂടി.